നിലമ്പൂർ ഡിവൈഎസ്പിയും സംഘവും വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത നിലമ്പൂർ MLA PV അൻവർ മണിക്കൂറുകൾക്കകം നിലമ്പൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചു. ജാമ്യം കിട്ടിയ അദ്ദേഹം വിജയശ്രീ ലാളിതനായി പുറത്തിറങ്ങി. 24 മണിക്കൂർ പോലും തവന്നൂർ ജയിലിൽ PV അൻവറിനെ തളയ്ക്കാൻ പിണറായിയുടെ പോലീസിന് സാധിച്ചില്ല. പോലീസ് മേധാവിയുടെ സ്ഥാനത്ത് നിന്ന് അജിത് കുമാർ മാറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളാണ് ഇപ്പോഴും കേരളത്തിലെ ഒരു വിഭാഗം പോലീസുകാർ എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് നിലമ്പൂർ ഡിവൈഎസ്പിക്ക് ഈ വീരശൂര പരാക്രമിയായ PV അൻവറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു സമൻസ് കൊടുത്തിരുന്നെങ്കിലും ആ സ്റ്റേഷനിലൊന്ന് ഹാജരാകുമായിരുന്നു. വീട് വളയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് അവരുടെ ശൗര്യം കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഉണ്ട ചോറിന് ഉചിതം കാണിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ ജയിലിൽ വച്ച് അപായപ്പെടുത്താൻ ആഗ്രഹിച്ചു. അപായപ്പെടുത്താൻ കഴിയുമെന്നുള്ള വേറെ കാര്യം. ഞാൻ പറഞ്ഞില്ലേ, നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ സെൻറ്റ് ഹെലീനയിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പോലെ ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA ഫുഡിൽ പോയിസൺ കൊടുത്തു, അല്ലെങ്കിൽ മറ്റു വിധത്തിലോ അപായപ്പെടുത്താനുള്ള ഒരാഗ്രഹം ഒരുപക്ഷെ പോലീസുകാർക്കും അവരെ നയിക്കുന്ന ആളുകളും അവരെ നിയന്ത്രിക്കുന്നവർക്കും ഉണ്ടായി കാണും. അൻവർ അത് മുൻകൂട്ടി കാണുകയും നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതായാലും ഒന്നും സംഭവിച്ചില്ല. 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മോചിതനായി. മാത്രമല്ല, ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ മരമുറി ചാനൽ, തലക്കകത്തും പുറത്തൊന്നുമില്ലാത്ത ഒരു അവതാരകനുണ്ട്. അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടി. രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ UDF നേതാക്കന്മാരെ വിളിച്ചു വരുത്തി തിരുവഞ്ചൂർ എന്ന് പറയുന്നു, K സുധാകരൻ എന്ന് പറയുന്നു, VD സതീശൻ എന്ന് പറയുന്നു എന്നൊക്കെ അവരോട് ആരാഞ്ഞു. അവരൊക്കെ ഉറക്കപ്പിച്ചതിനിടയ്ക്ക് ഓരോ അഭിപ്രായങ്ങളും പറഞ്ഞു. അതൊക്കെ നമ്മൾ കേട്ട് കോരിത്തരിച്ചു. ഏതായാലും നേരം വെളുത്തപ്പോഴത്തേക്കും രാഷ്ട്രീയ അന്തരീക്ഷം അൻവറിന് വളരെ ഗുണകരമായി. അൻവറിനെ പോലെ ഒരു വീരസിംഹത്തെ ഇങ്ങനെ വാറണ്ടില്ലാതെ അല്ലെങ്കിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് തിരിച്ച് തെറ്റായി പോയി എന്ന അഭിപ്രായം കേരളത്തിൻ്റെ അതിർത്തികൾ കടന്ന് അങ്ങ് കോപ്പൻഹേഗൻ വരെ വ്യാപിച്ചു. യൂറോപ്യൻ യൂണിയൻ വരെ കയറ്റിപ്പോയി. മനുഷ്യാവകാശ സംഘടന ഉടനെ ഇടപെട്ടു. അതുപോലെ ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു കൂട്ടി ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോഴത്തേക്കും നിലമ്പൂർ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഒഴിവായി. അല്ലാതെ ഇവിടെ പലതും സംഭവിച്ചാൽ ഏതായാലും UDF നേതാക്കളെല്ലാവരും അഹമഹമിഹയ ഇദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും സാദിഖ് അലി തങ്ങളാണെങ്കിലും KM ഷാജി ആണെങ്കിലും PK ഫിറോസ് ആണെങ്കിലും ഒക്കെ ലീഗ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് അൻവറിന് വേണ്ടി അണിനിരന്നു. നേരത്തെ തന്നെ ഇദ്ദേഹത്തെ UDFൽ എടുക്കാനായിട്ട് മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരുന്ന ലീഗുകാരാണ്. കോൺഗ്രസ് പാർട്ടി ആരെയൊക്കെ തിരിച്ചെടുക്കണം, ആരെയൊക്കെ പുറത്താക്കണം തീരുമാനിക്കുന്ന പാണക്കാട്ടുന്നതാണ്. ഏതായാലും അൻവറിൻ്റെ കാര്യത്തിലും ഇവർ അദ്ദേഹത്തെ ലീഗിലെടുക്കാൻ തയ്യാറല്ല, ലീഗിൻ്റെ സ്വതന്ത്രനാക്കാൻ പോലും തയ്യാറല്ല. അവിടെ കോൺഗ്രസിൻ്റെ ആളാക്കി മാറ്റാൻ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാക്കി അൻവറിനെ കൊണ്ടുവരാനായിട്ട് ലീഗുകാരും മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മധ്യസ്ഥത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവർക്ക് ഇത്ര വലിയ ഞെട്ടലും പൊട്ടലും ഒക്കെ ഉണ്ടായത്. ഏതായാലും കോൺഗ്രസ്സുകാർ നിവൃത്തിയില്ലാതെ ആന പോയ വഴിയെ വാലും എന്ന് പറഞ്ഞ പോലെ ചെന്നിത്തല പറയുന്നു, തിരുവഞ്ചൂർ പറയുന്നു, K സുധാകരൻ പറയുന്നു. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ VD സതീശനും പറയുന്നു തെറ്റായിപ്പോയി, അദ്ദേഹത്തെ ഇങ്ങനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് തെറ്റായി എന്ന അഭിപ്രായപ്പെടും. UDFലെ മറ്റ് ഘടകകക്ഷികളൊന്നും പ്രതികരിച്ചോ നമുക്കറിയില്ല. പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിലും വലിയ വ്യത്യാസമില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും പ്രതികരിച്ചാൽ പിന്നെ മറ്റുള്ളവരൊക്കെ അത് അംഗീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും ജാമ്യം കിട്ടിയിട്ട് അൻവർ ഒരു വലിയ വീരനായകനായിട്ട് മാറി. അദ്ദേഹം ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി UDFനെ വെല്ലുവിളിച്ചതൊക്കെ എല്ലാവരും മറന്നുപോയി. അങ്ങനെ അൻവറിന് UDFലേക്ക് വരാൻ വഴി തെളിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് UDFുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. ഈ അറക്കൽ വീവെ കിട്ടാൻ അരസമ്മതം എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാർക്ക് സമ്മതമാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അൻവറിന് സമ്മതമാണ്. അൻവർ കോൺഗ്രസുമായിട്ട് UDFുമായിട്ടൊക്കെ സഹകരിച്ച് പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിനും ഫാസിസത്തിനും ഗുണ്ടായുസത്തിനും എതിരെ പൊരുതാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വരെ അൻവറിനെ കുറ്റപ്പെടുത്തിയിരുന്നവർ, അൻവറിൻ്റെ തടയണ എന്തുകൊണ്ടാണ് പൊളിക്കാത്തത് എന്ന് ചോദിച്ച് ആവേശം കൊണ്ടിരുന്നവർ, അങ്ങനെ രോഷം പ്രകടിപ്പിച്ചിരുന്നവരൊക്കെ നാളെ മുതൽക്ക് അൻവർ ഒരു യോഗ്യനാണെന്നും അദ്ദേഹത്തിൻ്റെ തടയണ പൊളിക്കുകയാണെങ്കിൽ അത് വലിയ ഭരണകൂട ഭീകരതയാണ് എന്ന് പറയേണ്ടിട്ട് വരും. ഇതാണിപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ചില നേതാക്കന്മാർക്ക് ചില സൗകര്യങ്ങളുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും എങ്ങോട്ട് വേണമെങ്കിൽ തിരിയാം. ഇടത്തോട്ട് തിരിയാം, വലത്തോട്ട് തിരിയാം. UDFൽ നിന്ന് LDFലേക്കും LDFൽ നിന്ന് UDFലേക്കൊക്കെ നിരങ്കുശമായിട്ട് മാറാം. ഈ ഏറ്റെടുക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് ഇവരെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കണം. ഇപ്പോൾ UDFൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ മഹാഭാഗ്യമാണ്. ഇന്നലെ വരെ ഒരു
കൊള്ളരാത്തവരായിട്ട് ഗുണ്ടയായിട്ട് തല്ലിപ്പുളിയായിട്ട് മുദ്രയടിച്ചിരുന്ന പി വി അൻവർ എന്ന് പറഞ്ഞ നിലമ്പൂർ MLA വെള്ളയും കരിമ്പടവും വിരിച്ച് ആനയിച്ച് എഴുന്നള്ളിച്ച് കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന കോൺഗ്രസ് സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരുന്ന ആര്യാടൻ്റെ തട്ടകമായിരുന്ന നിലമ്പൂർ സീറ്റ് അദ്ദേഹത്തിന് തീറെഴുതി കൊടുത്ത് തീറാധാരം വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ കൊടുത്തു വയ്ക്കാം. നേരത്തെ തവന്നൂർ സീറ്റിൽ ഇതുപോലെ ഒരു നന്മമരത്തെ മത്സരിപ്പിച്ചു. നന്മമരം വന്നത് ലീഗിൻ്റെ അക്കൗണ്ടിലാണ്. പക്ഷേ മത്സരിക്കാൻ സീറ്റ് കോൺഗ്രസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തവന്നൂർ സീറ്റിൽ നന്മമരം മത്സരിച്ചു. ആരുടെ ദൈവാധീനം കൊണ്ട് 1000 ചില്ലാൻ ഓടുകയാണെങ്കിൽ പോലും KT ജലീൽ ജയിച്ചു. അല്ലാതെങ്കിൽ നന്മമരത്തേക്ക് നമ്മൾ സഹിക്കേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങളും കൂടി കേരള രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാനായിട്ടില്ല. ഏതായാലും ആ UDFൻ്റെ ഭാഗ്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. അവർക്ക് പുതിയൊരു PC ജോർജിനെ കിട്ടിയതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ആ സന്തോഷം UDF കൺവീനർ M വാസനോടൊപ്പം UDF ചെയർമാനായി വിരാജിക്കുന്ന VD സതീശനോടൊപ്പം ഞാനും പങ്കുവെക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.